നമസ്കാരം. ഇന്ന് ഡീസൽ വണ്ടികൾക്ക് കറുത്ത പുക, മൈലേജ് ഷോർട്ട് എന്നിവയൊക്കെ പിക്കപ്പ് കുറവ്, ഇതിനൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. മെയിനായിട്ട് കറുത്ത പുക കാർബൺ ക്ലീനിങ് എന്നാണ്, ഇത് മാനുവലായിട്ട് കാർബൺ ക്ലീനിങ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ പല രീതിയിലും ചെയ്യണവരുണ്ട് കാർബൺ ക്ലീനിങ്. ഈ പറഞ്ഞ മാതിരി ഡീകാർബണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ഫുള്ളായിട്ട് ടോട്ടലായിട്ട് ക്ലീൻ ആവില്ല. മാനുവലായിട്ട് ക്ലീൻ ചെയ്താലേ ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതെന്തോരം കരി പിടിച്ചിരിക്കുകയാണ്. അത്രത്തോളം കരിയുണ്ട് അതിൽ. കുറച്ചൊക്കെ അഴിക്കുമ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകും. അതേപോലെ തന്നെ ഇത് EGR വാൽവാണ്. ഇത് സ്റ്റക്കാണ്. ഇത് ശരിക്ക് വർക്കാവണം. ഇത് ഫുള്ളി സ്റ്റക്കാകും. ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മൈലേജ് ഷോർട്ട് വരാം. അതേമാതിരി തന്നെ പിക്കപ്പ് ഡ്രോപ്പ് ആവും. തീരെ പുള്ളിങ് ഇല്ലാണ്ടാവും വണ്ടി. മാനിഫോൾഡ് കാര്യങ്ങളെല്ലാം ഷോക്കാണ്. ഉള്ളിലേക്കൊക്കെ നല്ലപോലെ ഷോക്ക് ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ മാനുവലായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്താൽ ഇത് ക്ലീൻ ആവുള്ളൂ. അതേമാതിരി തന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഇത് EGR വാൽവ്, ത്രോട്ടിൽ ബോഡി, മാപ്പ് സെൻസർ, ഇൻലെറ്റ് മാനിഫോൾഡ്, കാറ്റലിക് കൺവേർട്ടറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം വരുന്നുണ്ടെന്ന്. ബ്ലാക്ക് ഇതിപ്പോൾ ഞങ്ങൾ എൻഡോസ്കോപ്പിക് ക്യാമറ വെച്ച് നോക്കുമ്പോഴും ഇതിലും നല്ല പോലെ കാണുന്നുണ്ട്. മൊബൈലിൽ അത്ര ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല, എന്നാലും മാക്സിമം ഇതുപോലെയാണ് ഉള്ളിലിരിക്കുന്നത്. ഇത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്ന്. അപ്പൊ മാക്സിമം ഇത് 1,00,000 കിലോമീറ്റർ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഡീസൽ വണ്ടികൾക്ക് ഇത് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് വൺസ് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എവറി 30,000 അല്ലെങ്കിൽ 40,000 ജസ്റ്റ് EGR ഒന്ന് ക്ലീൻ ചെയ്യുക. EGR വാൽവ് മാക്സിമം ഡീസൽ വണ്ടിയുള്ളവർ മാക്സിമം ഇത് ശ്രദ്ധിക്കുക. 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിയേക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതൊന്ന് ക്ലീൻ ചെയ്യിക്കുക. EGR വാൽവ്, അതേമാതിരി തന്നെ കാറ്റലിക് കൺവേർട്ടർ, ഇന്റർകൂളർ, മാനിഫോൾഡ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യിക്കുക. ക്ലീൻ ചെയ്താൽ വണ്ടികളുടെ പെർഫോമൻസ് മാറിപ്പോകും. നല്ലപോലെ വ്യത്യാസം വരും. അത് ഈ പറയുന്ന മാതിരി നല്ല മൈലേജും പിക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ മാക്സിമം അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.